Hello guys, welcome back to another video. So, നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് വോൾസ്വാഗൻ്റെ പോളോ GT TS വിത്ത് DXT ഗിയർ ബോക്സ് 7 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ ഇതിൽ കുറച്ചധികം മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് DXT ഗിയർ ബോക്സ് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഇപ്പോൾ നല്ല ഡിമാൻഡുള്ള ഒരു വെഹിക്കിളാണ്. 2019 ആ ഒരു മോഡലാണ് ഈ ഒരു വെഹിക്കിൾ, റെഡ് കളർ. അപ്പോൾ ഇതിൽ കുറച്ചധികം മോഡിഫിക്കേഷൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മോഡിഫിക്കേഷൻ ചെയ്ത കാര്യങ്ങളും പിന്നെ ഇതിൽ കുറച്ച് നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, എന്നാലും നമ്മൾ ആ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഫ്രണ്ടിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തുനിന്ന് തുടങ്ങാം. ഈ സ്റ്റോക്കിൽ തന്നെ നമുക്ക് ഈ ഒരു DRL പോലെ സെറ്റ് ചെയ്തേക്കുന്നത് കാണാൻ പറ്റും. പിന്നെ അടിയിലായിട്ട് നമുക്ക് ഈ ഒരു ഹെഡ്ലൈറ്റ് ക്ലീനിങ്ങിൻ്റെ ഒരു പോർഷൻ കാണാം. പിന്നെ ഇവിടെ പാർക്കിംഗ് ലൈറ്റ് കാണാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ഈ ഒരു ഫ്രണ്ടിലത്തെ ഈ ഒരു ഗ്രില്ല് ഫുള്ള് ഹണിക്കോം ഗ്രില്ലാക്കിയിട്ടുണ്ട്. സ്റ്റോക്കിൽ നിന്ന് മാറ്റിയിട്ട് ഹണിക്കോമിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഈ ഒരു വോൾസ്വാഗൻ്റെ ഈ ഒരു ലോഗോ അത് ഡിപ്പ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് നല്ല വൃത്തിക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. വേറെ തന്നെ ഒരു ലുക്കാണ്. പിന്നെ രണ്ട് ഭാഗത്തും ആ DRL നമുക്ക് കാണാൻ പറ്റും. സ്റ്റോക്കിൽ തന്നെ കീപ്പ് ചെയ്തിട്ട് അതിലൊരു DRL സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതാണ് ഫ്രണ്ട് എന്ന് പറയാനുള്ളത്. പിന്നെ ഈ ഒരു സൈഡ് പോർഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു മിററിൻ്റെ ഭാഗം നമുക്ക് ഒരു ഡിപ്പ് ചെയ്തേക്കുന്നത് കാണാൻ പറ്റും. റെഡിൽ നിന്ന് മാറ്റിയിട്ട് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. ഒരു പിയാനോ ബ്ലാക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ വേറൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് എന്താ പറയുക, ഒരു ലിപ്പ് കൊടുത്തേക്കുന്നത് കാണാം. ബമ്പർ ലിപ്പ് കൊടുത്തേക്കുന്നത് കാണാൻ പറ്റും. അത് അവിടെ കാണാം. അപ്പോൾ നമുക്ക് ഈ സൈഡ് പ്രൊഫൈൽ നോക്കാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ടയർസിൻ്റെ ഭാഗത്ത് നോക്കാം. മോമോയുടെ ഒരു 16 ഇഞ്ച് അലോയ്സ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ടയർ സൈസ് എന്ന് പറയുന്നത് 205/55 R60V ആണ് ഈ ടയർസിൻ്റെ സൈസ് വരുന്നത്. അങ്ങനെ ഈ ഒരു കാലിപ്പറിൻ്റെ കളർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റെഡ് കളറിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ബ്രംബോയുടെ കാലിപ്പേഴ്സാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഈ ഒരു സൈഡിൽ സ്കേർട്ടിങ് കൊടുത്തേക്കുന്നത് കാണാൻ പറ്റും. സൈഡ് ഉണ്ടോ, ഒരു സ്കേർട്ടിങ് കൊടുത്തേക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് ബാക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു GT TS എന്നുള്ളൊരു ബാഡ്ജിങ് കാണാൻ പറ്റും. പിന്നെ നേരെ ബാക്കിലേക്ക് വന്നാൽ ഇതിൻ്റെ ടൈലൈറ്റും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴത്തൊരു ഡിഫ്യൂസർ ചെയ്തേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നേരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വോൾസ്വാഗൻ്റെ ഈ ഒരു ലോഗോയും ഡിപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്ക് വൈപ്പേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ടൈലൈറ്റ് വരുന്നത് ആഫ്റ്റർ മാർക്കറ്റ് ടൈലൈറ്റ് ആണ്. നമുക്കൊരു ബ്ലാക്ക് കളറിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. പിന്നെ ഈ വർക്കൊക്കെ ചെയ്തിട്ടുള്ള കാലിക്കേറ്റുള്ള അഡോൺസ് ആണ് കേട്ടോ. പിന്നെ നേരെ എക്സോസ്റ്റിൻ്റെ ഭാഗത്ത് വരികയാണെന്നുണ്ടെങ്കിൽ വാൽവോട്രോണിക് എക്സോസ്റ്റ് അതിൽ കൊടുത്തിട്ടുള്ള അത്യാവശ്യം നല്ല സൗണ്ട് തന്നെ ഉണ്ട്. വാൽവ് ഓൺ ആക്കിയാൽ നല്ല അത്യാവശ്യം അഗ്രസീവ് ആയിട്ടുള്ളൊരു സൗണ്ട് തന്നെ ഉണ്ട്. പിന്നെ അക്രോപൈച്ചിൻ്റെ ഒരു ടിപ്പും ഇതിൽ കൊടുത്തേക്കുന്നത് കാണാൻ പറ്റും. 2 ടിപ്പ് കൊടുത്തേക്കുന്നത് കാണാൻ പറ്റും. പിന്നെ ആ ഡിഫ്യൂസറിൻ്റെ ഭാഗം ഫുള്ള് ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് സാധാ പോളോയിൽ കാണുമ്പോൾ തന്നെ എന്താ പറയുക, സെൻസേഴ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. റിവേഴ്സ് സെൻസറും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഈ ഒരു സ്പോയിലറിൻ്റെ ഭാഗത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് നോർമലി വരുന്ന തന്നെയാണ്, GT TS വരുന്ന ഒരു സ്പോയിലർ തന്നെയാണ്. പിന്നെ ഈ ഒരു മോൾ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു ആൻറ്റിന അത് ചേഞ്ച് ചെയ്തിട്ടുള്ള ആൻറ്റിന ഒരു വടി പോലുള്ള ആൻറ്റിനയാണ് ഈ സാധാ പോളോയിലൊക്കെ കാണാറ്. ഇതൊരു BMW ആ ഒരു ടൈപ്പിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു ഷാർക്കിൻ്റെ ആ ഒരു ടൈപ്പിലേക്കുള്ള ആൻറ്റിന കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പുറം ഭാഗത്ത് പറയാനുള്ളത്. നമുക്ക് നേരെ എന്താ പറയുക, ഇൻറ്റീരിയറിൻ്റെ ഭാഗത്തേക്ക് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് ഇൻറ്റീരിയറിൻ്റെ ഭാഗത്ത് പോകാം. ഇൻറ്റീരിയറിൻ്റെ ഭാഗത്ത് പോകുമ്പോൾ ഡോറ് തുറക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല വൈഡായിട്ട് തുറക്കുന്ന ഒരു ഡോറാണ്. പിന്നെ ഈ ഒരു ഉൾഭാഗത്തേക്ക് പോകുമ്പോൾ എനിക്ക് ഈ ഒരു വെഹിക്കിളിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയുള്ള ഈ ഒരു, എനിക്ക് പേഴ്സണലി ഇങ്ങനത്തെ ഒരു ഡോർ ഹാൻഡിലാണ് ഇഷ്ടം. അതെന്താ വെച്ചാൽ നോർമൽ വെഹിക്കിൾസിലൊക്കെ ഇവിടെ ഒരു ഹോളാണ് ഉണ്ടാവാറ്. നമുക്ക് ഡോറ് അൺലോക്ക് ചെയ്യാനും ലോക്ക് ചെയ്യാനല്ല വലിക്കാനൊക്കെ ഇവിടെ ഒരു ഹോളാണ് ഉണ്ടാവാറ്. പക്ഷേ ഈ ഒരു ഡോർ ഹാൻഡിൽസ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നേരെ ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്പോർട്ടി ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് തന്നെയാണ്. അതും എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതിൽ കുറച്ച് കൺട്രോൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് മീറ്ററിലെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. കിലോമീറ്റർ കാര്യങ്ങൾ, ക്ലോക്ക്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഈ ഒരു സ്വിച്ചിൽ നമുക്ക് കൺട്രോൾ ചെയ്തിട്ട് അറിയാൻ പറ്റും. അതുപോലെ തന്നെ വോയിസ് കമാൻഡ് വന്നിട്ടുണ്ട്. പിന്നെ കോൾ അറ്റൻഡ് ചെയ്യാൻ. പിന്നെ ഈ ഭാഗത്ത് നമുക്ക് വോളിയം അപ്പ് ആൻഡ് ഡൗൺ, അതുപോലെ തന്നെ നെക്സ്റ്റ് മ്യൂട്ട് ചെയ്യാനുള്ളൊരു വന്നിട്ടുണ്ട്. പിന്നെ മീറ്ററിൻ്റെ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ക്ലോക്ക് സെറ്റ് ചെയ്യാനുള്ളൊരു ഇത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു മീറ്ററിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ഷൂവിൻ്റെ ഒരു ചിഹ്നം കാണാൻ പറ്റും. ഷൂവിൻ്റെ ചിഹ്നമല്ല, അവിടെ ഒരു ഇൻഡിക്കേഷൻ കാണാൻ പറ്റും. അത് നമ്മൾ ബ്രേക്ക് ചവിട്ടിയിട്ട് ഗിയർ മാറ്റാനുള്ള ആ ഒരു ഇൻഡിക്കേഷനാണ്. നമ്മൾ ഈ ഒരു ബ്രേക്ക് ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു ഇൻഡിക്കേറ്റർ ഇവിടുന്ന് പോകും. പിന്നെ ഈ ഒരു മീറ്ററിൽ നമുക്ക് പെട്രോളിൻ്റെ ഒരു ഇത് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ടൈം കാണാം. പിന്നെ ഓട്ടോമാറ്റിക്കിൻ്റെ P ഇവിടെ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എത്ര ഓടും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും. സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും എത്ര കിലോമീറ്റർ ഓടും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഈ ഒരു ഗിയറിൻ്റെ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഫാൻ ബേസ് ഉള്ളൊരു ഗിയറാണ് ഈ ഒരു DXT ഗിയർ ബോക്സ് ഓട്ടോമാറ്റിക് 7 സ്പീഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പ്രീമിയം ഹാച്ച് ബാക്ക് സെഗ്മെന്റിൽ ഏറ്റവും ക്വിക്ക് ഷിഫ്റ്റ് എന്ന് പറയപ്പെടുന്ന ഒരു ഗിയറാണ് ഈ ഒരു DXT ഗിയർ ബോക്സ്. പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് പ്ലസ്, സ്പോർട്ട്. ഈ ഒരു DXT ഗിയർ ബോക്സിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ക്വിക്ക് ഷിഫ്റ്റിംഗ് ആണ്. നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അടുത്ത ഒരു ഗിയറിലേക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് ആവും. അതാണ് ഈ ഒരു DXT ഗിയർ ബോക്സിൻ്റെ 7 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൻ്റെ പ്രത്യേകത.
പിന്നെ എക്സോസ് നോട്ടിൻ്റെ സൗണ്ട് അതുപോലെ തന്നെ ടൈലൈറ്റിൻ്റെ ലൈറ്റ് എല്ലാം ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നോർമലി എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. മീഡിയ കൺട്രോൾ അതുപോലെ തന്നെ AC കൺട്രോൾ കാര്യങ്ങളൊക്കെ അത് നോർമലി എല്ലാവർക്കും പോളോയിൽ അറിയപ്പെടുന്ന സംഭവങ്ങൾ തന്നെയാണ്. പിന്നെ എന്താ പറയുക, നമുക്ക് ഈ ഒരു ഡ്രൈവിംഗ് കംഫർട്ട് കിട്ടുന്ന ഒരു വെഹിക്കിൾ കൂടിയാണ് ഈ ഒരു വോൾസ്വാഗൻ പോളോ എന്ന് പറയുന്നത്. ഇതുവരെ ഇറങ്ങിയിട്ടുള്ള മോഡലിൽ എന്താ പറയുക, കൂടുതൽ അധികം മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങളെ വന്നിട്ടുള്ളൂ. ആ ഒരു ഷേപ്പിലും കാര്യങ്ങളൊക്കെ, ആ സ്പോയിലർ അതുപോലെ തന്നെ ടയർ, പിന്നെ ഫ്രണ്ടിലത്തെ ഗ്രില്ല് കാര്യങ്ങൾ, അങ്ങനത്തെ ചെറിയ ചെറിയ മാറ്റങ്ങളെ വോൾസ്വാഗന് സ്റ്റാർട്ടിങ് തൊട്ട് ഈ ഒരു നിർത്തുന്ന ആ ഒരു ടൈം വരെ. എന്നാലും ഇത്രയധികം ഫാൻ ബേസ് ഉണ്ടാക്കാൻ കഴിഞ്ഞെന്ന് വെച്ചാൽ ഈ ഒരു വെഹിക്കിളിൻ്റെ കംഫർട്ട് തന്നെയാണ്. ഡ്രൈവിംഗ് കംഫർട്ടും അതുപോലെ തന്നെ സിറ്റിംഗ് കംഫർട്ട്. പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ബാക്കിലിരിക്കുന്നവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. കിഡ്സിനാണ് ഈ ഒരു വെഹിക്കിൾ അധികം പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ബാക്കിലിരിക്കുന്നവർക്ക് ഒരു ലെഗ് സ്പേസ് കുറവാണ് ആക്ച്വലി. ഫ്രണ്ടിലത്തെ പോലെ അധികം ലെഗ് സ്പേസ് ബാക്കിലില്ല. അത് ഞാൻ ഈ ഒരു വെഹിക്കിളിൽ ഒരു ഡിഗ്രേഡ് ആയിട്ട് കണ്ടിട്ടുള്ളൂ. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഓക്കെയാണ്. പിന്നെ ഈ ഒരു DXT ഗിയർ ബോക്സ് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവം തന്നെയാണ്. ഫാൻ ബേസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു DXT ഗിയർ ബോക്സ് ആണ്, 7 സ്പീഡ് ഓട്ടോമാറ്റിക്. അതുപോലെ തന്നെ ഈ ഒരു വെഹിക്കിള് ഇപ്പം കിട്ടാനില്ല, അധികം കുറവാണ്. DXT ഗിയർ ബോക്സ് ഉള്ളൊരു 7 സ്പീഡ് ഓട്ടോമാറ്റിക് കിട്ടാൻ വളരെ എന്താ പറയുക പാടാണ്. പിന്നെ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മൾ ഈ ഒരു വീഡിയോ. ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ പ്രതീക്ഷിച്ചത്. പിന്നെ ഈ ഒരു മോഡിഫൈഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താ പറയുക, ഇനി അങ്ങോട്ടുള്ള നല്ല നല്ല വെഹിക്കിൾസും കാര്യങ്ങളൊക്കെ ആയിട്ട്, വെഹിക്കിൾസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരും. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, വേറെ വീഡിയോ ആയിട്ട് കാണാം.